18th question. Find the volume of the solid. Find the volume of the solid generated by. Find the volume of the solid generated by revolving. Generated by revolving the region enclosed by the triangle. Generated by revolving the region enclosed by the triangle with vertices 1, 0, 2, 1 and 1, 1. About the y-axis. Find the volume of the solid generated by revolving each region about the y-axis. Find the volume of the solid generated by revolving the region enclosed by the triangle with vertices 1, 0, 2, 1 and 1, 1 about the y-axis. Volume of the solid generated by revolving the region enclosed by the triangle with vertices 1, 0, 2, 1 and 1, 1 about the y-axis. y-ആക്സിസിലാണ് റെവല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫിഗർ വേണം. അപ്പോൾ ആദ്യം 1, 0 എന്നുള്ള പോയിൻ്റ് എക്സ് ആക്സിലെ പോയിൻ്റ്, ഇത് നമ്മൾ 1ഉം ഇത് നമ്മൾ 2 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ 1ഉം എടുക്കുകയാണെങ്കിൽ 1, 0 എന്നുള്ള പോയിൻ്റ് ഇവിടെ, 2, 1 എന്നുള്ള പോയിൻ്റ് ഇവിടെ, 1, 1 എന്നുള്ള പോയിൻ്റ് ഇവിടെ. അപ്പോൾ ഇതാണ് ട്രയാങ്കിൾ. ഇത് 1, 1, ഇത് 2, 1, ഇത് 1, 0. അപ്പം ഈ ട്രയാങ്കിളിൻ്റെ അകം ഒന്ന് ഷെയ്ഡ് ചെയ്യണേ. ഇതിനെ ഞാൻ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതായി പോകും, അതുകൊണ്ടാണ് ഇതൊന്ന് ഷെയ്ഡ് ചെയ്യുക. ഈ ട്രയാങ്കിളിൻ്റെ അകത്തെ പോർഷൻ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റീജനെ വൈ ആക്സിസിലാണ് റിവോൾവ് ചെയ്യുന്നത്. വൈ ആക്സിസ് റിവോൾവ് ചെയ്യുമ്പം അതിൻ്റെ ഇന്നർ റേഡിയസ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസും ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസും അല്ലേ വരുന്നത്, അല്ലേ? ഇതാണ് സ്മോൾ ആർ ഓഫ് എക്സ്. വൈ ആക്സിസിൽ നിന്ന് ആർ ഓഫ് വൈയെ പറയുമ്പോൾ മാറിപ്പോയതാണ്, ആർ ഓഫ് വൈ ആണ്. അപ്പോൾ ആദ്യം ട്രയാങ്കിൾ വരയ്ക്കുക. ഇത് 2, 1, 1, 1, ഇത് 1, 0. അപ്പം ഇത് ഷെയ്ഡ് ചെയ്യുക. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അതായിരിക്കും ആർ ഓഫ് വൈ. വൈ ആക്സിസിൽ നിന്ന് ആ ഫസ്റ്റ് കേർവിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആർ ഓഫ് വൈ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ ആർ ഓഫ് വൈ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. ഈ ഒരു പോയിൻ്റ് ആയിരിക്കും ആർ ഓഫ് വൈ, ഈ ഒരു ഡിസ്റ്റൻസ്. അത് രണ്ടും മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ലൈൻ്റെ ഇക്വേഷനും അറിയാമെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഈ പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ ലൈൻ്റെ ഇക്വേഷനും കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ഇത്രയും വരച്ചോ, ചെയ്ത് ചെയ്യാത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇത്രയും വരയ്ക്കുക. ഇനി ഞാൻ വേറെ ഫിഗറിൻ്റെ ആവശ്യമില്ല, ഞാൻ പിന്നെ അവിടെ പിന്നെയും ചെയ്ത് കഴിഞ്ഞാൽ അത് കറുത്ത് പോകുന്നത് കൊണ്ട് വേറെ വരയ്ക്കുന്നതാണ്. ഈ ഒരു ട്രയാങ്കിളിൽ ഇത് 1, 0 എന്നുള്ള പോയിൻ്റ്, ഇത് 1, 1 എന്നുള്ള പോയിൻ്റ്, ഇത് 2, 1 എന്നുള്ള പോയിൻ്റ്. അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ എന്താ? ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് എന്താ? x = 1 എന്നുള്ള ലൈനല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x = 1 ആണ്. ഇനി നമ്മൾ ഇതിനെ എ, ഇതിനെ ബി, ഇതിനെ സി എന്ന് വിളിച്ചാൽ ലൈൻ എ ബിയുടെ ഇക്വേഷനും കൂടെ നമുക്ക് വേണം. അപ്പം എ സി എന്നത് നിങ്ങൾ സൈഡിൽ ചെയ്താൽ മതി, സൈഡിൽ റഫായിട്ട് ചെയ്താൽ മതി. എ സി എന്ന് പറയുന്ന ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x = 1 എന്നുള്ള ലൈനാണ്. എ സി എന്ന് പറയുന്നത് x = 1. ഇത് എയും ഇത് ബിയും ഇത് സിയും ആണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡ് എ സി എന്നുള്ള സൈഡിൻ്റെ ഇക്വേഷൻ x = 1 ആണ്. ഇനി എ ബിയുടെ ലൈനിൻ്റെ ഇക്വേഷൻ കാണാം. എ ബി എന്ന് പറയുന്നത് 1, 0യും 2, 1ഉം കൂടെ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ അല്ലേ 1, 0യും 2, 1ഉം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് x1, y1 ആൻഡ് x2, y2 എന്ന് പറയുന്നത് y - y1 / y2 - y1 =
എക്സ് മൈനസ് എക്സ് വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ പ്ലസ് ടു പഠിച്ചിട്ടുള്ളതാണ്. എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എന്നുള്ള ലൈനുകളെ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ. ഇത് കാണാതെ അറിയേണ്ട ഫോർമുല കേട്ടോ. എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഇസ് ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ വൈ ടു മൈനസ് വൈ വൺ. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ് വണ്ണ് വൈ വണ്ണ്, ഇതിനെ നമ്മൾ എക്സ് ടു വൈ ടു ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ വൈ മൈനസ് സീറോ ഡിവൈഡഡ് ബൈ വൺ മൈനസ് സീറോ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ ടു മൈനസ് വൺ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ ബൈ വൺ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ബൈ, അല്ലേ, ഞാൻ ഇപ്പോഴത്തോട് എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തോട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? വൈ ബൈ വൺ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ബൈ വൺ. അതിൽ നിന്ന് നമുക്ക് വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് വണ്ണിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് വൺ വരും. അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് വൺ. അപ്പോൾ നമ്മുടെ ഇത് നിങ്ങൾ സൈഡിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ചെയ്ത പ്രോസസ്സ് ഇത്രേ ഉള്ളൂ. രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ വൈ ടു മൈനസ് വൈ വൺ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ എന്നുള്ളതാണ് ഫോർമുല. അപ്പോൾ ഈ ഇതിന് എക്സ് വൺ വൈ വൺ എന്നും ഇതിനെ എക്സ് ടു വൈ ടു എന്നും കൊടുത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് ഇക്വേഷൻ വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ എന്ന് കിട്ടും, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് വൺ. അപ്പോൾ നമ്മുടെ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് വൺ ആയിട്ട് മാറും. ഇനി നമ്മളോട് വൈ ആക്സിസിലെ റെവല്യൂഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൈനിന് നമ്മൾ എക്സ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞു, ഇത് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് വൺ. ഹിയർ ആർ ഓഫ് വൈ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു വൺ എന്നുള്ള, അല്ലേ, ആർ ഓഫ് വൈ എന്ന് പറയുന്നത് എക്സ് ആണ്, അത് വൺ ആണ്. ഇനി ക്യാപിറ്റൽ ആർ ഓഫ് വൈ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് വൺ. അപ്പോൾ ഇത് വണ്ണും ഇത് വൈ പ്ലസ് വൺ. അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ വണ്ണ്, ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ വണ്ണ്, ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ വൈ പ്ലസ് വണ്ണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വണ്ണാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ എക്സിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് വൺ ആയതുകൊണ്ട് അത് വൈ പ്ലസ് വൺ എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് വേണ്ടത് വൈയുടെ ആക്സിസിൽ റിവോൾവ് ചെയ്യുന്നത് കൊണ്ട് വൈയുടെ റേഞ്ച് അല്ലേ വേണ്ടത്? വൈ വേരീസ് ഫ്രം 0 to 1. നോക്കിയേ, ഇവിടെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു വൺ, എവിടെയും വൺ ആണ്. ഈ ട്രയാങ്കിളിൻ്റെ അപ്പർ ഇതെന്ന് പറയുന്നത് ഇത് എക്സ് ഈക്വൽ ടു വൺ, ഇത് വൈ ഈക്വൽ ടു വൺ, ഇത് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് വൺ. ഈ മൂന്ന്, കാരണം ഇവിടെ 1 1 ആണ്, ഇവിടെ 1 1, ഇത് 2 1. അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് വൈ 1 1 ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈയുടെ വേരിയേഷൻ 0 തൊട്ട് 1 വരെ. ആർ ഓഫ് വൈയും ക്യാപിറ്റൽ ആർ ഓഫ് വൈയും കിട്ടി. Therefore വോളിയം ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് സ്മോൾ ആർ വൈ ദ ഹോൾ സ്ക്വയർ. പൈ കോൺസ്റ്റൻ്റ് പുറത്തെടുത്തു. ഇൻ്റഗ്രൽ 0 to 1 ആർ ഓഫ് വൈ എന്ന് പറയുന്ന വൈ പ്ലസ് വൺ സ്ക്വയർ മൈനസ് ഇത് 1 സ്ക്വയർ ഡി വൈ. അപ്പോൾ അത് പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് 1 മൈനസ് 1 ഡി വൈ എന്ന് വരും. അപ്പോൾ നമുക്ക് 1 ക്യാൻസൽ ചെയ്ത് പോയി. വൈ സ്ക്വയർ പ്ലസ് 2y ആണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇൻ്റഗ്രൽ 0 to 1 വൈ സ്ക്വയർ പ്ലസ് 2y ഡി വൈ. അപ്പോൾ അത് വൈ ക്യൂബ് ബൈ 3 പ്ലസ് 2y സ്ക്വയർ ബൈ 2 ഫ്രം 0 to 1 വരും. അപ്പോൾ അത് 1/3 പ്ലസ് 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. 1 ഇവിടെ പൈ ഉണ്ട്, ഞാൻ പൈ വിട്ടുപോയതാണ്. അപ്പോൾ പൈ ഇൻറ്റു ഈക്വൽ ടു പൈ ഇൻറ്റു 1/3 പ്ലസ് 1 എന്ന് വരും. ഇവിടെ പൈ ഉണ്ട്, ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. അപ്പം പൈ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് 2y ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. വൈ സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ റേസ് ടു 3/3 എന്ന് വരും. 2yയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2y റേസ് ടു 2/2. അപ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. വൈക്ക് 1 കൊടുക്കുമ്പോൾ 1/3 പ്ലസ് 1. അപ്പോൾ നമുക്ക് ആൻസർ 4π/3 എന്ന് കിട്ടും. 4π/3.
3 എന്ന് കിട്ടും. അടുത്തത് 19th ക്വസ്റ്റ്യൻ. ഈ പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഞാൻ തീർത്തും ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ കൂടെ സോൾവ് ചെയ്ത് തരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് തീരെ സിമ്പിളായിട്ടുള്ളത് മാത്രം ഞാൻ മെത്തേഡ് പറഞ്ഞിട്ട് നിർത്തുവാണ്. അപ്പം ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളവർ ഐഡിയ കിട്ടിക്കഴിഞ്ഞവർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് ശരിയാണോ എന്നുള്ളത് ചെയ്തതിന് ശേഷം നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the volume of 19th question. Find the volume of the solid. Find the volume of the solid generated by revolving. Find the volume of the solid generated by. Find the volume of the solid generated by revolving. Find the volume of the solid generated by revolving each region revolving the region in the first quadrant. Find the volume of the solid generated by revolving the region in the first quadrant bounded above by the parabola y equal to x square. Find the volume of the solid generated by revolving the region in the first quadrant bounded above by the parabola y equal to x square below by the x-axis and on the right by the line x equal to 2. On the right by the line x equal to 2. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. ഫൈൻഡ് ദി വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അല്ലേ, നമ്മളിങ്ങനെ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. റീജിയൻ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ബൗണ്ടഡ് എബവ് ബൈ ദി പരാബോള y equal to x square below by the x-axis and on the right by the line x equal to 2 about the y-axis, and the line x equal to 2 about the y-axis. y-axisലാണ് നമ്മൾ അതിനെ റിവോൾവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫിഗർ ആദ്യം വരയ്ക്കാം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം പരാബോള ഇങ്ങനെ പോകുന്ന പരാബോളയാണ്. ഇത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള പരാബോള. എക്സ് ആക്സിസ് എന്ന് പറയുമ്പം ഇത് എക്സ് ഈക്വൽ ടു 2 എന്നുള്ള ലൈന്, ഇത് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ എക്സ് 2 വരുമ്പം ഈ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് 2 വരുമ്പം y 4 ആണ്. അപ്പം ഈ പോയിൻ്റ്, ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് y ഈക്വൽ ടു 4 ആയതുകൊണ്ട് നമുക്കതിനെ ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ട റീജിയൻ എന്താണ്? റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ബൗണ്ടഡ് എബവ് ബൈ മോളിൽ പരാബോള, അടിയിൽ എക്സ് ആക്സിസ്, റൈറ്റിൽ എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ഈ ഒരു റീജിയനെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ഷെയ്ഡ് ചെയ്യുക. ഈ ഒരു റീജിയനെയാണ് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പം ഈ കർവ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇത് എക്സ് ഈക്വൽ ടു 2. ഇതിനെ y ആക്സിൽ കൂടെ റിവോൾവ് ചെയ്യുക. y ആക്സിൽ കൂടെ റിവോൾവ് ചെയ്യുമ്പം ഇത് നമ്മുടെ സ്മോൾ ആർ ഓഫ് വൈയും, ഫിഗർ ഞാൻ ഒന്നും കൂടെ വരയ്ക്കാം, അല്ലെങ്കിൽ ക്ലാരിറ്റി പ്രശ്നം വരും. ഇത് 2, 4 എന്നുള്ള പോയിൻ്റ് ഞാൻ ഇനി ഷെയ്ഡ് ചെയ്യുന്നില്ല. ഇത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇത് എക്സ് ഈക്വൽ ടു 2. അപ്പം ഈ ഒരു ഡിസ്റ്റൻസാണ് നമ്മുടെ സ്മോൾ ആർ ഓഫ് വൈ. ഈ ഒരു ഡിസ്റ്റൻസ് സ്മോൾ ആർ ഓഫ് വൈ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇത് ക്യാപിറ്റൽ ആർ ഓഫ് വൈ. അപ്പം ക്യാപിറ്റൽ ആർ ഓഫ് വൈ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 2 അല്ലേ. ക്യാപിറ്റൽ ആർ ഓഫ് വൈ എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഈ എക്സ് ഈക്വൽ ടു 2 വരെയുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ ക്യാപിറ്റൽ ആർ ഓഫ് വൈ എന്ന് പറയുന്നത് നമുക്ക്
2 എന്നെടുക്കാം. ഇനി സ്മോൾ ആർ ഓഫ് വൈ. സ്മോൾ ആർ ഓഫ് വൈ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഇവിടെ വരച്ചതാണ്. ഈ ഒരു ഡിസ്റ്റൻസാണ് അല്ലേ, ഈ ഒരു ഡിസ്റ്റൻസാണ് സ്മോൾ ആർ ഓഫ് വൈ. അവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സിൻ്റെ വാല്യൂ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള കേർവിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് വൈ ആയിരിക്കും. ഇങ്ങോട്ട് ഈ ഒരു ഡിസ്റ്റൻസ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആയതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ റൂട്ട് വൈ വരും. ദെർഫോർ വൈയുടെ വേരിയേഷൻ കൂടെ പറയണം. വൈ വേരീസ് ഫ്രം 0 to 4. കാരണം എക്സ് 2 എന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സ് 2 വരുമ്പം വൈയുടെ വാല്യൂ 4 ആണ്. എക്സ് വേരീസ് ഫ്രം 0 to 4. ദെർഫോർ വോളിയം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 4 പൈ ഇൻറ്റു, നിങ്ങൾ ഫോർമുല എപ്പോഴും എക്സാം എഴുതണം, ഫോർമുലയ്ക്ക് മാർക്കുള്ളതാണ്, ആർ ഓഫ് വൈ സ്ക്വയർ മൈനസ് ആർ വൈ ദ ഹോൾ സ്ക്വയർ ഡി വൈ. അപ്പോൾ ഫോർമുലയ്ക്ക് മാർക്കുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഡിസ്ക് മെത്തേഡാണോ യൂസ് ചെയ്യേണ്ടത്, മാഷർ മെത്തേഡാണോ എന്നൊക്കെ സംശയം വരുമ്പോൾ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, നമ്മൾ റിവോൾവ് ചെയ്യുന്ന ആക്സിസുമായിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാഷർ മെത്തേഡേ നമുക്ക് പറ്റുള്ളൂ. ഇവിടെ ഈ ഒരു ഇവിടെ ഗ്യാപ്പല്ലേ, ഈ ഒരു പോർഷനാണ് നമ്മൾ നമുക്കുള്ളത്, വൈ ആക്സിസുമായിട്ടാണ് റിവോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഇത് വാഷർ മെത്തേഡാണെന്ന് മനസ്സിലാക്കാം. അപ്പം പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 4 ആർ ഓഫ് വൈ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ മൈനസ് സ്മോൾ ആർ ഓഫ് വൈ എന്ന് പറയുന്നത് റൂട്ട് വൈ സ്ക്വയർ ഡി വൈ. അപ്പോൾ അത് പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 4 മൈനസ് വൈ ഡി വൈ. 0 to 4 നമ്മൾ 4 മൈനസ് വൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ചെയ്തോ. ദിസ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 4 ചെയ്യുമ്പം 4നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 4y, വൈയെ ചെയ്യുമ്പം വൈ സ്ക്വയർ ബൈ 2 ഫ്രം 0 to 4 എന്ന് വരും. പൈ ഇൻറ്റു 4 4s 16 വരും. 4 സ്ക്വയർ ബൈ 2 എന്ന് പറയുമ്പോൾ 8. ആൻസർ 8 പൈ വരും. Next question. Find the volume of the solid. Find the volume of the solid generated by. Find the volume of the solid generated by revolving the region in the first quadrant. Revolving the region in the first quadrant. Bounded above by the curve, bounded above by the curve y equal to x square. Find the volume of the solid generated by revolving the region in the first quadrant, bounded above by the curve y equal to x square, below by the x-axis, below by the x-axis, comma, and on the right by the line x equal to 1. Find the volume of the solid generated by revolving each region about the bounded. Find the volume of the solid generated by revolving the region in the first quadrant, bounded above by the curve y equal to x square, below by the x-axis, and on the right by the line x equal to 1. About the line, revolve ചെയ്യുന്നത് about the line x equal to -1. About the line x equal to -1. അപ്പോൾ ഇവിടെ എക്സ് ആക്സിലും വൈ ആക്സിലും അല്ല റെവല്യൂഷൻ നടക്കുന്നത്, എക്സ് ഈക്വൽ ടു -1 എന്നുള്ള ലൈനിലാണ് റെവല്യൂഷൻ നടക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. ഫൈൻഡ് ദി വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ revolving the region in the first quadrant, bounded above by the curve y equal to x square, below by the x-axis, and on the right by the line x equal to 1, about the line x equal to -1. അപ്പോൾ നമുക്ക് ഫിഗർ ആദ്യം വരയ്ക്കാം. y equal to x square നമ്മളിപ്പോഴും വരച്ചതാണ്. ഇതാണ് y equal to x square എന്നുള്ള കർവ് അല്ലേ.
ഇനി എക്സ് ഈക്വൽ ടു 1, ഇതിൻ്റെ എക്സ് ഈക്വൽ ടു 1 വന്നു. അപ്പോൾ ആ ഇൻ്റർസെക്ഷനിൽ എക്സ് 1 ആകുമ്പോൾ വൈയും 1 വരും, കാരണം y ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ. അപ്പം ഈ കേവ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇത് എക്സ് ഈക്വൽ ടു 1. ഈ ഒരു പോയിൻ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് 1, 1 ആണ്. ഇനി എക്സ് ഈക്വൽ ടു 1 എക്സ് ആക്സിസ്. അപ്പം ഈ ഒരു റീജിയൻ, ഈ ഒരു പോർഷനാണ് നിങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇതൊന്ന് ഷെയ്ഡ് ചെയ്യാം. ഞാൻ ഷെയ്ഡ് ചെയ്യുന്നില്ല, നിങ്ങളതൊന്ന് ഷെയ്ഡ് ചെയ്യാം. ഇനി റിവോൾവ് ചെയ്യുന്ന എവിടെയാണ്? എക്സ് ഈക്വൽ ടു -1 എന്നുള്ള ലൈനിലാണ് നമ്മൾ സാധാരണ ഒന്നെങ്കിൽ y ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസിലാണ് റിവോൾവ് ചെയ്യുന്നത്. ഇത് എക്സ് ഈക്വൽ ടു -1ലാണ് റിവോൾവ് ചെയ്യുന്നത്. എക്സ് ഈക്വൽ ടു -1 എന്ന് പറയുമ്പോൾ y ആക്സിന് പാരലലായിട്ടുള്ള ഒരു ലൈനാണ്. അപ്പോൾ y ആക്സിൽ റെവല്യൂഷൻ ചെയ്യുന്നത് പോലെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ജനറലി നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മൾ ഏത് ലൈനിലാണോ റിവോൾവ് ചെയ്യുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു പെർപെൻഡിക്കുലർ, അതായിരിക്കും നമ്മുടെ സ്മോൾ ആർ ഓഫ് വൈ എന്ന് പറയുന്നത്. നിങ്ങൾ ശരിക്കും നോക്കി വാക്ക് ചെയ്യണേ. ഈ ഒരു എക്സ് ഈക്വൽ ടു -1 തൊട്ട് നമ്മുടെ ഈ കേവ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള കേവ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ സ്മോൾ ആർ ഓഫ് വൈ. കാരണം എന്താ, ഇവിടെ വാഷർ മെത്തേഡേ പറ്റുള്ളൂ. നിങ്ങൾ ഇതിനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കി. ഇത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റീജിയൻ. ഈ റീജിയനെ നമ്മൾ ഇത്രയും മാറി ഇവിടെ എക്സ് ഈക്വൽ ടു -1 എന്നുള്ള ലൈൻ വെച്ചിട്ടാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട് അല്ലേ. ഇത്രയും പോർഷനിൽ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് വാഷർ മെത്തേഡേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ വാഷർ മെത്തേഡ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 റേഡിയസ് അറിഞ്ഞിരിക്കണം. എക്സ് ഈക്വൽ ടു 1 y ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇത് 1, 1 എന്നുള്ള പോയിൻ്റ്. അപ്പം ഈ ഒരു പോയിൻ്റ് എക്സ് ഈക്വൽ ടു -1 തൊട്ട് ഇവിടം വരെയുള്ള ആ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ സ്മോൾ ആർ ഓഫ് വൈ ആയിട്ട് വരുന്നത്. ഇനി ക്യാപിറ്റൽ ആർ ഓഫ് വൈ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്യാപിറ്റൽ ആർ ഓഫ് വൈ ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് ഇവിടം വരെ ഇതിൻ്റെ ഒരു കേർവ്, ഇത് അകത്തെ കേർവ്, ഇത് പുറത്തെ ലൈനാണ് വരുന്നത്. അപ്പം എക്സ് ഈക്വൽ ടു -1 തൊട്ട് എക്സ് ഈക്വൽ ടു 1 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ആർ ഓഫ് വൈ ആയിട്ട് വരുന്നത്. ഫിഗറിൽ മാർക്ക് ചെയ്യണം. അപ്പം ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സ് ഈക്വൽ ടു -1ൽ നിന്ന് നമ്മുടെ ആ ആദ്യത്തെ കേർവിലോട്ടുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്മോൾ ആർ ഓഫ് വൈ എന്ന് പറയുന്നത്. എക്സ് ഈക്വൽ ടു -1 തൊട്ട് നമ്മുടെ അവസാനത്തെ കേർവ്, നമ്മുടെ ഇതിൻ്റെ അവസാനത്തെ കേർവ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ആർ ഓഫ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ക്യാപിറ്റൽ ആർ ഓഫ് വൈയും സ്മോൾ ആർ ഓഫ് വൈയും കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ ആർ ഓഫ് വൈ എന്ന് പറയുമ്പം നമുക്കറിയാം എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന അതായത് ഇത് നമ്മുടെ വൈ ആക്സിസാണ്, ഇത് നമ്മുടെ വൈ ആക്സിസാണ്. അപ്പോൾ വൈ ആക്സിസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 1 ആണ്. എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 1 ആണ്. ഇനി എക്സ് ഈക്വൽ ടു -1 എന്ന് പറയുമ്പോൾ വൈ ആക്സിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 1 എന്നാണ് മീനിങ്. അപ്പോൾ ആർ ഓഫ് 1 എന്ന് പറയുന്നത് 1 + 1 = 2 ആണ് വരുന്നത്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് -1 തൊട്ട് 1 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് 1 - -1 എന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാം. അല്ലെങ്കിൽ വൈ ആക്സിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് നോക്കുക. വൈ ആക്സിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 1, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 1. അപ്പോൾ 1 + 1 2 വരും. ഇനി നമുക്ക് സ്മോൾ ആർ ഓഫ് വൈ വേണം. സ്മോൾ ആർ ഓഫ് വൈ എന്ന് പറയുമ്പം നമുക്കറിയാം എക്സ് ആക്സിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് y ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു √y നിന്ന് കിട്ടുമല്ലോ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് നമ്മുടെ കേർവിൻ്റെ ഇക്വേഷൻ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആകുമ്പം എക്സ് ഈക്വൽ ടു √y എന്നല്ലേ വരുന്നത്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആകുമ്പം എക്സ് ഈക്വൽ ടു √y. അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു √y എന്നുള്ളതാണ് അല്ലേ. ഈ ഒരു പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു √y ആണ്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് √y, ഇവിടുന്ന് ഇങ്ങോട്ട് 1. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇവിടെ തൊട്ട് നമ്മൾ തുടങ്ങുമ്പം നമുക്ക് ഇങ്ങോട്ട് √y ഉണ്ട്, ഇങ്ങോട്ട് ഡിസ്റ്റൻസ് 1 ഉണ്ട്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √y + 1 വരും. ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ -1ൽ നിന്ന് -1 തൊട്ട് √y വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അത് √y - -1, അപ്പോൾ √y + 1 വരും. അപ്പം നമുക്ക് π
ആർ വൈ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ചെയ്യുമ്പം പൈ ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുമ്പം 4 മൈനസ് റൂട്ട് വൈ പ്ലസ് 1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 4 മൈനസ് റൂട്ട് വൈയുടെ സ്ക്വയർ വൈ മൈനസ് 2 റൂട്ട് വൈ പ്ലസ് 1. അപ്പോൾ അത് 4 മൈനസ് റൂട്ട് വൈ പ്ലസ് 2 റൂട്ട് വൈ മൈനസ് 1 എന്ന് വരും. നമുക്കത് സിംപ്ലിഫൈ ചെയ്യുമ്പം ദിസ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 4 ഇവിടെ -1 ആകുമ്പം 3 4 മൈനസ് 1 3 മൈനസ് വൈ പ്ലസ് 2 റൂട്ട് വൈ. ഇതിനെ വേണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. വൈഡ് നമുക്ക് ഇവിടെ റേഞ്ച് വൈഡെയാണ് ചെയ്യേണ്ടത് അല്ലേ? വൈഡ് റേഞ്ചാണ് വരുന്നത്. വൈ ഇവിടം തൊട്ട് ഇവിടം വരെ എന്ന് പറയുമ്പോൾ 0 to 1. കാരണം ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് 1 1 എന്നുള്ള പോയിൻ്റ്. ആ 1 1-ൽ വൈയുടെ വാല്യൂ 1 ആണ്. Therefore, y varies from here. Y varies from 0 to 1. Therefore, volume equal to integral 0 to 1 pi into ry square minus small ry square dy equal to pi into integral 0 to 1. നമ്മളത് ചെയ്തപ്പം 3 മൈനസ് വൈ പ്ലസ് 2 റൂട്ട് വൈ എന്നാണ് വന്നത് ഡി വൈ. എന്നിട്ട് നിങ്ങളൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കി. ചെയ്യണമെന്ന് നോക്കിയാണേ. പൈ 4 റൂട്ട് 5 പ്ലസ് 1. അപ്പോൾ ഇവിടെ പ്ലസ് 1 ആണേ. റൂട്ട് വൈ പ്ലസ് 1 സ്ക്വയർ ചെയ്യുമ്പോൾ വൈ പ്ലസ് 2 റൂട്ട് വൈ പ്ലസ് 1 ആണ്. അപ്പോൾ ഇത് -1 വരും. 4 മൈനസ് 1 3 മൈനസ് വൈ മൈനസ് 2 റൂട്ട് വൈ. അപ്പോൾ ഇത് മൈനസ് ആണ്. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 3y വൈയുടേത് വൈ സ്ക്വയർ ബൈ 2 മൈനസ് ഇത് വൈ റേസ് ടു ഹാഫാണ്. വൈ റേസ് ടു ഹാഫ് എന്ന് പറയുമ്പോൾ y raised to 1/2 plus 1 divided by 1/2 plus 1. റേഞ്ച് 0 to 1 വരും. y raised to 1/2 plus 1 എന്ന് പറയുന്നത് y raised to 3/2. അപ്പം പൈ ഇൻറ്റു 3y മൈനസ് വൈ സ്ക്വയർ ബൈ 2 മൈനസ് 2. ഡിനോമിനേറ്റർ 3/2 വരും. അപ്പോൾ നമുക്കതിനെ 2/3 എന്ന് എഴുതാം. y raised to 3/2. റേഞ്ച് 0 to 1. 3 മൈനസ് 1/2 മൈനസ് 4 വൈക്ക് 1 കൊടുക്കുമ്പോൾ 3 മൈനസ് 1/2 മൈനസ് 4/3 ഇൻറ്റു 1 റേസ് ടു 3/2 ആണ്. 1 റേസ് ടു 3/3 2 എന്ന് പറയുമ്പോൾ അത് 1 ആണ്. ഈക്വൽ ടു പൈ ഇൻറ്റു LCM നമുക്ക് 6 വരും. 3 6 ആർ 18 മൈനസ് 3 മൈനസ് 8. 18 മൈനസ് 3 15 മൈനസ് 8 7 7 pi/6 എന്ന് വരും.